ശരിയായോ? ഇപ്പൊ എന്റെ ആരോഗ്യത്തിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാം ശരിയായി. അറിയാമോ? കാര്യം ഇവര് മൊത്തത്തിൽ മുടിപ്പിച്ച് വെച്ചിരിക്കണം. അടുത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്ത അവര് കുത്തുവാള എടുക്കും. അതിനേക്കാളും നല്ലത് ഇവര് തന്നെ കുത്തുവാള എടുക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലേ തേങ്ങ, പുറം രാജ്യത്തുനിന്ന് വരുന്നതല്ലോ. ആ തേങ്ങയ്ക്ക് 95 രൂപ 100 രൂപ വരെയായി. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ വരെയായി. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ദൈവങ്ങൾക്ക് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പണ്ട് അവിടെ നിന്നും ആരും കൈയിടത്തില്ലായിരുന്നു. ഇപ്പൊ അവരുടെ ഭണ്ഡാരം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും എല്ലാം ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. അർബൻ ഡെമോക്രസി യൂട്യൂബ് ചാനലിന്റെ അഭിപ്രായ സർവേ ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇടതോ വലതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണിയോ ഏതുമാകട്ടെ, അടുത്ത ഭരണം ആരാവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ജനങ്ങളാണ്. ഈ ജനാധിപത്യം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായും ശക്തമായും വ്യക്തതയോടെയും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അർബൻ ഡെമോക്രസി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മളൊരു അർബൻ ഡെമോക്രസി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിന്നാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എല്ലാം ശരിയായോ? ഞാൻ ചോദിക്കട്ടെ, എല്ലാം ശരിയായോ? ഇപ്പൊ എന്റെ ആരോഗ്യത്തിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാം ശരിയായി. നമ്മുടെ ഭരണത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആര് വന്നാലും നമ്മളുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രമാണ്. അല്ല ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരാളെ എതിർക്കോ അങ്ങനെയല്ല. എല്ലാവരുടെയും ഏതൊരു ഭരണാധികാരിയുടെയും ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനനന്മ തന്നെയാണ്. അത് വിജയിക്കട്ടെ, അങ്ങനെ ഒരു മനസ്സ് ആര് വന്നാലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇനി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാറി പുതിയ ഒരാള് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ആര് വന്നാലും അവരുടെ മനസ്സിലാണ് ചേഞ്ച് വരേണ്ടത്. അത് വരട്ടെ എന്ന് പ്രത്യാശിക്കാം. ഞങ്ങള് അർബൻ ഡെമോക്രസി എന്ന് പറഞ്ഞ ചാനലിനാണ് വരുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എല്ലാം ശരിയായോ എന്നാണ്. നമ്മൾ 2016 കേട്ടു തുടങ്ങിയതാണ്. എല്ലാം ശരിയാകും, എല്ലാം ശരിയായോ? എന്താ അഭിപ്രായം? എല്ലാം ശരിയായി. കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ആ താല്പര്യമേ പോയി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ ഒരു ഭരണം തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആരെങ്കിലും ഒരിക്കൽ കൂടെ ശരിക്കും വരേണ്ടത് ഇവര് തന്നെയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? കാര്യം ഇവര് മൊത്തത്തിൽ മുടിപ്പിച്ച് വെച്ചിരിക്കണം. അടുത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് കുത്തുവാള എടുക്കും. അതിനേക്കാളും നല്ലത് ഇവര് തന്നെ കുത്തുവാള എടുക്കണം. ഇറങ്ങാൻ പോകുമ്പോ എന്തൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങണ? പെൻഷനൊക്കെ കൂട്ടി വെച്ച് അവര് ഇരുന്നപ്പോ ഇത്രയും ചെയ്തു വെച്ചാ കൊടുത്തായിരുന്നാ? എല്ലാം പെൻഡിങ് ഇട്ടിട്ട് ഇപ്പൊ കയറ്റി വെച്ചിട്ടില്ലേ ഇറങ്ങണ? അടുത്തവന്റെ നെഞ്ചത്തിരിക്കട്ടെ. അതാണ് കാര്യം. ഇനിയിപ്പോ ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നട്ടല്ലുള്ള ഭരിക്കണമെന്നാണ് ആഗ്രഹം. സത്യം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഭരിക്കണം. അത് തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലേ തേങ്ങ, പുറം രാജ്യത്തുനിന്ന് വരുന്നതല്ലോ. ആ തേങ്ങയ്ക്ക് 95 രൂപ 100 രൂപ വരെയായി. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ വരെയായി. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഈ 500 രൂപയുടെ എണ്ണ മേടിക്കാൻ 500 രൂപ കൂലിപ്പണിക്കാരന് ചിലപ്പോൾ ഒരാഴ്ച 2 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസമായിരിക്കും. ഈ 500 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കും? എല്ലാം ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഭരണം ഇപ്പം കണ്ടില്ലേ, അഴിമതി തന്നെ, എല്ലാം അഴിമതിയല്ലേ മുഴുവൻ. ദൈവങ്ങൾക്ക് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പണ്ട് അവിടെ നിന്നും ആരും കൈയിടത്തില്ലായിരുന്നു. ഇപ്പൊ അവരുടെ ഭണ്ഡാരം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് എല്ലാവരും ഭാഗവാക്കാണ്. അപ്പൊ അത് ഈ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി ഒരിപ്പം ഒന്നും ശരിയാകാത്തൊരവസ്ഥയിലേക്ക് കൈയും കാലും ഇട്ടടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പിന്നെന്താ ശരിയാകാനാ? ഇനി ഒത്തിരി ശരിയാകാനില്ല ഇവിടെ. എന്താ പേര്? ഹാരിസ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനാണ്, അർബൻ ഡെമോക്രസി എന്നാണ് ചാനലിന്റെ പേര്. പ്രോഗ്രാമിന്റെ പേര് എല്ലാം ശരിയായെന്നാണ്. ശരിക്കും എല്ലാം ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. ഇനി ഒരു ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണം മാറ്റം ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ടോ? പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഏത് സർക്കാർ വന്നാലും പുതിയ മാറ്റങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. കാരണം കേരളത്തിന്റെ അടിസ്ഥാന ഘടന അതുപോലെ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടായാൽ പോലും അവർക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ് എനിക്ക് എന്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിലും തൊഴിലില്ലായ്മ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനെ കുറിച്ച്? തൊഴിലില്ലായ്മ കേരളത്തിൽ അതിരൂക്ഷമാണ്. കേരളത്തിലെ യുവതലമുറ പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിൽ ജോലി തേടി പോവുകയും പിന്നെ അവിടെ സെറ്റിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.